പൊള്ളിയല്ല, അങ്കമാലി എന്ന് പറഞ്ഞാൽ അമ്മാരി സാധനമാണ് ഇവിടെ കൊടുക്കട്ടെ കേട്ടോ. ഹലോ മച്ചാന്മാരെ, മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മുടെ ചതയമാണ്. ഓണം കഴിഞ്ഞിട്ട് ചതയ ദിനത്തിലാണ് ഉച്ചയ്ക്ക്, അതായത് ഒരു 12 മണി ടു 2 മണി വരെയുള്ള ഒരു ഗിഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഓണസദ്യ കഴിക്കുമോ അല്ലെങ്കിൽ എന്തായിരിക്കും കഴിക്കുന്നത്, അവിടെ ചെല്ലുമ്പോഴുള്ള എക്സ്പീരിയൻസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കഴിക്കുന്നത്. മിക്കവാറും ഓണസദ്യയൊക്കെ ഉണ്ടാവും. കാരണം ഓണത്തിൻ്റെ അന്നൊക്കെ ഫുഡ് കഴിച്ചിട്ട് കിറങ്ങി അടിച്ച് അതുപോലെ തന്നെ ചെറുതൊക്കെ അടിച്ചിട്ട് ഇന്നൊക്കെ എനിക്ക് ആളുകളുണ്ടാവും. ചിലപ്പോൾ ഓണസദ്യ കഴിക്കണമെന്നൊരു ആഗ്രഹമൊക്കെ തോന്നും. അപ്പോൾ ഇന്നലെയൊക്കെ അങ്ങനെ ഓണസദ്യ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അങ്ങനത്തെ ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രസകരമായിട്ടുള്ള വീഡിയോ, അതുപോലെ തന്നെ 2 മണി വരെ, ഇന്ന് 2 മണി വരെ എടുക്കണുള്ളൂ. പൊരിഞ്ഞായാലും ഒരു രക്ഷയില്ല. ഇന്ന് ചിലപ്പോൾ മിക്കവാറും ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോൾ ഓംപ്ലേറ്റ് അടക്കം ഉണ്ടാവും. കാരണം നമ്മൾ നിന്ന് പൊരിയും മിക്കവാറും. അതുപോലത്തെ വെയിലാണ്. ഞാനിപ്പോൾ സോണിലെത്തിയിട്ടുണ്ട്. നേരെ അങ്കമാലിക്ക് പോകണം. എന്തായാലും രസകരമായിട്ടുള്ള കാഴ്ചകളൊക്കെ തന്നെയായിരിക്കും. നിങ്ങൾക്കും ആ ഒരു കാഴ്ച ഞാൻ പകർന്നു തരാം. അപ്പോൾ ഒരു കൂടി എല്ലാവർക്കും സ്വാഗതം. സ്റ്റേ ട്യൂൺഡ്. നോക്കിയിരുന്നോ, നമുക്ക് കിടിലൻ വീഡിയോസുമായിട്ട് കാണാം. അതോടെ ആദ്യത്തെ ഓർഡർ അടിച്ചിട്ടാണ് നമുക്ക് നോക്കാം. ഇവിടെ ക്യാമറ ഉണ്ട്, അതെല്ലാം വായിച്ചിട്ട് നോക്കട്ടെ. ആദ്യത്തെ ഓർഡർ അടിച്ചിരുന്നത് ഹോട്ടൽ രുക്മിണി എന്നാണ്. 29 രൂപ 4 പൈസയുടെ ഒരു ഓർഡർ ഉണ്ടോ, അക്സെപ്റ്റ് ചെയ്യാം. ഗൂഗിൾ മാപ്പ് വേണ്ട, നമുക്കറിയാം. ഇന്നലെയും ആദ്യത്തെ ഓർഡർ അടിച്ചിരുന്നത് രുക്മിണി തന്നെയായിരുന്നു. കുറച്ച് ലോങ് ആയിരുന്നു, ഒരു 150 രൂപയുടെ ഓർഡർ ആയിരുന്നു അത്. അപ്പോൾ നമുക്ക് ഹോട്ടൽ രുക്മിണി ചെന്നിട്ട് കാണാം. ഹോട്ടൽ രുക്മിണി എൻ്റെ അടുത്തേക്ക് കുറിച്ചല്ല കാണുന്നുണ്ട് ഹോട്ടൽ. ഇതായിട്ട് നമുക്ക് തോന്നണം. റെഡി ആയിട്ടുണ്ട്. 7802 തുറന്ന് വയ്ക്കാം. ചിലപ്പം നല്ല മീൽസൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7802 ഇരിപ്പുണ്ട്. നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മൾ പിക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത് നേരെ കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് പോവാം. കസ്റ്റമറുടെ ലൊക്കേഷനിലേക്ക് നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഏകദേശം ലൊക്കേഷൻ എത്താറായിട്ടുണ്ടോ. ഇതാ കാണാൻ പറ്റണ്ടോ, ഓർഡർ ഫ്ലാറ്റ് കണ്ടോ, അതിനകത്താണ്. ഈ ഒരു മുമ്പിൽ കൂടെ പോകണമെന്ന് വെച്ചാൽ ഈ ഒരു ഇത് കണ്ടോ, ഇത് ശബരി റെയിൽപാത കേട്ടോ. നമ്മുടെ അങ്കമാലി കിടന്ന കളിയാണ്. അങ്കമാലിയിൽ നിന്ന് തുടങ്ങി ഉള്ള ശബരി റെയിൽപാത. ഞങ്ങളുടെ ഈ അങ്കമാലിയിൽ നിന്ന് എന്ത് സാധനം ഇല്ലാത്തത്. ഇപ്പോൾ കുണ്ടന്നൂർ റോഡ് വരുന്നുണ്ട്, അത് നമ്മുടെ അങ്കമാലിയിൽ നിന്ന് തിരിയണേ. അപ്പോൾ അങ്കമാലി എന്ന് പറഞ്ഞാൽ അമ്മാരി സാധനമാണ്. ഇവിടെ കൊടുക്കട്ടെ കേട്ടോ. ഇവിടെയാണ് സെവൻത്ത് ഫ്ലോറിലാണ്. റൂം നമ്പർ 803. കസ്റ്റമർക്ക് മുമ്പ് കൊടുത്തിട്ടുണ്ട്. ഹായ്. ഏറ്റവും മുകളിലാണ്. 7th ഫ്ലോറിൽ നിന്ന് റൈറ്റ് ഹൈറ്റില്ല, അതിനപ്പുറമില്ല. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ. അപ്പോൾ ക്യാമറ ഓഫ് ചെയ്യാം. എന്തായാലും ഒരു ലേഡിയാണ്, ഞാൻ മുമ്പ് കൊടുക്കാറുണ്ട് ഇവിടെ നിന്ന്. 3 ഫസ്റ്റ് ഓർഡർ ചെറുതായിരുന്നു. സാധാരണ എനിക്ക് ഫസ്റ്റ് ഓർഡർ കിട്ടുന്നത് ലെങ്ത് ആയിരിക്കുള്ളൂ. ഇത് തൊട്ടടുത്ത് തന്നെ 3 കിലോമീറ്റർ ഉള്ളൂ. ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ഓക്കെ, സെൽഫ് ഫോളത്തി നമുക്ക് ഇറങ്ങാം. തുറക്കും ഈസി. 130 ക്യാമറ ഓഫ് ചെയ്യാം. ഓക്കെ, നമ്മൾ 274 രൂപയുടെ ഓർഡറായിരുന്നു. ഓർഡർ ക്യാഷ് ഓൺ ഡെലിവറി ആയിരുന്നു. ഗൂഗിൾ പേ ചെയ്തു. ഇപ്പോൾ ഓർഡർ ഡെലിവറി കൊടുത്തു, റേറ്റിംഗ് കൊടുത്തു.
നമുക്ക് 29 രൂപ 35 പൈസയാണ് അതിനകത്ത് കിട്ടിയത്. നമ്മൾ ട്രിപ്പ് ഡിസ്റ്റൻസ് 5.2 കിലോമീറ്റർ. അതിനകത്ത് സമയം എടുത്തത് 18 മിനിറ്റാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ഗെറ്റ് നെക്സ്റ്റ് ഓർഡർ അടയ്ക്കാം. അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കാം. രസതന്ത്ര മൾട്ടി. ഇത് എയർപോർട്ടിൻ്റെ അടുത്തുള്ള എന്തായാലും അയ്യോ പോയാ. അപ്പോൾ എന്തായാലും ഓർഡർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, എയർപോർട്ടിൻ്റെ ഭാഗത്തേക്ക് പോകണം. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്ററാണുള്ളത്. ഓക്കെ, നമുക്കിപ്പോൾ റെസ്റ്റോറൻറ്റ് ചെന്നിട്ട് കാണാം കേട്ടോ. നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടോ? അത് കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. നല്ല ഡിസൈനുണ്ടോ ഈ റെസ്റ്റോറൻറ്റിൻ്റെ, നല്ല ഭംഗിയുണ്ട് കാണാനുണ്ടാവും. അപ്പോൾ നമുക്ക് വണ്ടി സൈഡിലാണ് പാർക്ക് ചെയ്യുന്നത്. പാർക്ക് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാം. നല്ല വെയിലാട്ടോ. എൻ്റെ പൊന്നോ, ബുൾസേവാൻ വഴിയുണ്ട്. നമ്മൾ ലൊക്കേഷൻ എത്തി. തണലത്തേക്ക് നിൽക്കട്ടെ. അപ്പോൾ 8 മിനിറ്റ് സമയമെടുക്കും. ഒരു കടായി ചിക്കനാണ്. അപ്പോൾ ഗൈസ്, ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പോയി എടുക്കാം. ഓർഡർ നമ്മൾ പിക്ക് ചെയ്തു, കറക്റ്റ് സമയത്ത് തന്നെ കിട്ടി. നമുക്ക് മാപ്പിടാം. ഇവിടുന്ന് 7.7 കിലോമീറ്ററാണ് ലൊക്കേഷനിലേക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ലൊക്കേഷൻ എന്നിട്ട് കാണാം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും കാണിക്കാം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടെ കേട്ടോ. ഈ മതിലുണ്ട് അതിൻ്റെയൊക്കെ. ഇവിടെ ഒരു കല്ലുംകൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിമാനമൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതിവിടെ തൊട്ടടുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ്. എന്തായാലും ഒരുപാട് ആളുകളൊക്കെ അവിടെ വരാറുണ്ട്. ഇഷ്ടംപോലെ തട്ടുകടകൾ, ഈ അടുത്ത് തന്നെ ഒരുപാട് കടകളൊക്കെ വന്നിട്ടുണ്ട് അവിടെ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വന്ന് നമുക്ക് ഈ ഫ്ലൈറ്റൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കിട്ടുന്ന സ്ഥലമാണ്. നമ്മുടെ ഹൈറ്റിൻ്റെ തൊട്ടടുത്ത കൂടെ തന്നെയാണ് പോണത്. ഒരു ഉയരത്തിൽ കയറി നിൽക്കണേ. അപ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് നമ്മുടെ ഹൈറ്റിലേക്ക് ആ ഭാഗത്താണ്. ഇവിടെ ഒരു ചെറിയ പുഴ പോലെ തോട് പോലെ ഒരു സംഭവം ഉണ്ട്. ഈ കോസ്റ്റ് ഗാർഡിൻ്റെ എൻ്റെ ഏരിയയൊക്കെയാണ്. വിമാനം കാണും വരാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിന് വിചിത്രമായിട്ടുള്ളൊരു വീട്. ഇത് കാഞ്ഞൂര് പള്ളി. കാഞ്ഞൂര് പള്ളിയുടെ സൈഡിലൂടെയുള്ള വഴിയിലൂടെ നമ്മൾ കസ്റ്റമറുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 4 കിലോ വീട് തന്നെയാണ്. നമുക്ക് ഫുഡ് കൊടുക്കാം കേട്ടോ. എത്ര രൂപ കിട്ടിയെന്നത്? 64 രൂപ 88 പൈസയാണ് നമുക്ക് ഈ ഓർഡറിന് കിട്ടിയത്. ടോപ്പ് നമ്മൾ 9 കിലോമീറ്ററാണ് അതിന് വേണ്ടി എടുത്തേക്കുന്നത്, 36 മിനിറ്റും. ഓക്കെ, അപ്പോൾ ഗെറ്റ് സെൽഫി കൊടുക്കാം. അപ്പോൾ സെൽഫിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഓർഡറിന് നമ്മൾ അടിച്ചു കൊടുത്തു. നമുക്ക് നേരെ സോണിലേക്ക് കിടക്കാം. സോണിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നോച്ചപ്പോരെ നമുക്ക് അടുത്ത ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് നോക്കാം. ബർഗർ ലോഞ്ചിൽ നിന്നാണ്. 63 രൂപയുടെ ഒരു ഓർഡറാണ്. അപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ബർഗർ ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്ക് ജംഗ്ഷൻ്റെ ഒക്കെ ഒരു ഭാഗത്താണോ. അപ്പോൾ ഫോൺ നമുക്കിവിടെ വയ്ക്കാം, മാപ്പിടേണ്ട ആവശ്യമില്ല, നമുക്കറിയാം. അപ്പോൾ ഓഫ് ടു നമ്മുടെ ബർഗർ ലോഞ്ച്. ഓക്കെ, ഇപ്പം തണലിൽ നിന്നിട്ട് നോക്കാം. റീച്ച്ഡ് ടു പിക്കപ്പ് ഇവിടെ തന്നെ റെഡിയാവും. കസ്റ്റമർ ഡീറ്റെയിൽസ് നോക്കാം.
മഞ്ഞപ്പുറ ഭാഗത്തേക്കുള്ള ഒരു ഇതാണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ലൊക്കേഷനിലേക്ക് ഏകദേശം 7.6 കിലോമീറ്റർ ഉണ്ട്. പിന്നെ രണ്ട് ഷെയ്ക്കും പിന്നെ ഒരു ഷെയ്ക്കാണ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ മച്ചന്മാരെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, പിക്കിങ് കൊടുക്കാം. ഒന്ന് ഷോപ്പിൻ്റെ അകത്തേക്ക് ചെല്ലാം. അപ്പോൾ മച്ചന്മാരെ നമ്മുടെ ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന വീടാണെന്ന് തോന്നുന്നു. ഈ വീടാണെന്ന് തോന്നുന്നു. വിളിച്ചു നോക്കട്ടെ കേട്ടോ. നമ്മൾ റീച്ച് എടുത്തു, ഡ്രോപ്പ് കൊടുത്തു, വിളിച്ചു നോക്കാം. Welcome to Zomato. Please wait while we connect you. സാറേ സൊമാറ്റോ എന്നാണ്. ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഹലോ കേൾക്കണല്ലേ? ഹലോ ഹലോ സൊമാറ്റോ എന്നാണ്. ഹലോ 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 Welcome to Zomato. Please wait while we connect your call. എന്താണ് കേൾക്കാൻ പറ്റുന്നത്? ഉറക്കുന്ന എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കാം. ഹലോ സാർ ഇപ്പോൾ കേൾക്കാമോ? സൊമാറ്റോ എന്നാണ്. ഞാൻ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. ഒരു മാത്യു എബ്രഹാം എന്ന് പറഞ്ഞൊരു ഗേറ്റിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ലൊക്കേഷൻ. ഓക്കെ ഓക്കെ ഓക്കെ. മച്ചന്മാരെ അടുത്ത ഒരു ഓർഡർ അടിച്ചിട്ടുണ്ട്. 25 രൂപയുടെ ഓർഡറാണ്. ഹോട്ടൽ ശ്രീമു ശരവണ ഭവൻ. 25 രൂപ ആയതുകൊണ്ട് ഇവിടെ അടുത്ത ഇവിടേക്ക് ആയിരിക്കും നമ്മളിപ്പോൾ. അതായത് നമ്മളെ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ മൾട്ടി ഓർഡറുള്ള റാഫ മാഞ്ഞാലി ബിരിയാണി അടുത്ത ഓർഡർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നോക്കാം. നമ്മളിവിടെ റീച്ച് റൂട്ട് പിക്കപ്പ് കൊടുക്കാം. സെൽഫി വയ്ക്കുന്നുണ്ട്. സെൽഫി കൊടുക്കും. അപ്പോൾ ഈ ശരവണ ഭവനിലെ ഓർഡർ പിക്ക് ചെയ്യാൻ വേണ്ടി 7 മിനിറ്റും കൂടി എടുക്കുമെന്ന് പറയണം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ അടിച്ചിരിക്കുന്ന ഓർഡർ, അതായത് ഈ ശരവണ ഭവനിൽ അടിച്ചിരിക്കുന്ന ഓർഡർ എന്ന് പറയുന്നത് ഒരു ഓനിയൻ ഒറ്റപ്പോ വലകൂത്തപ്പമാണ്. അത് എവിടെയത് ജംഗ്ഷൻ വരുന്നത്? ആലുവ. അത് ഇവിടെ സ്റ്റേഷനുടെ എവിടെയാണ് കേട്ടോ. അടുത്ത അതറിയാൻ പറ്റില്ല, അത് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് നേരെ റാഫയിലേക്ക് പോവാം. മച്ചന്മാരെ ഓർഡർ റെഡി ആയിട്ടുണ്ട്, നമുക്ക് പിക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ഓർഡർ എടുക്കാൻ വേണ്ടി നമ്മൾ റാഫ മാഞ്ഞാലി ബിരിയാണിയുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. സ്ഥലമില്ലല്ലോ. റീച്ച് പിക്കപ്പ് ഓവറായിട്ടില്ല. ഒരു ബീഫ് മസാല മന്തിയാണ്. കിഴക്ക് മുറി ഭാഗത്തേക്കുണ്ടോ. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം അതാവണ വരെ. റെസ്റ്റോറൻറ്റ് 6 മിനിറ്റ് ലേറ്റാണ്.
ഇപ്പോൾ ഇതിടത്തുകൊണ്ട് മൾട്ടി ഓർഡറാണല്ലോ, ഒരെണ്ണം കൊടുത്ത് അടുത്ത് വരുമ്പോഴേക്കും 3 മണിയാവും. ആ ഒരു യുദ്ധം തീരും. ലേറ്റ് ആകുമ്പോൾ കസ്റ്റമറും അതുപോലെ തന്നെ ഈ പറയുന്ന റെസ്റ്റോറൻറ്റ് ലേറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന പണിയുണ്ട്. അല്ലേ നമ്മുടെ സമയം നഷ്ടപ്പെട്ട് പോയിട്ടിരിക്കുകയല്ലേ. ഓ വേഗം കൂടെ ആവ്. ഓക്കെ, ഓർഡർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഐ എം പിക്ക്. നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്, നമുക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ നമ്മൾ ആ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട്. നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് വിട്ടടിക്കാം. ഓക്കെ, ഷീറ്റ് ഇട്ടിട്ടുണ്ടല്ലേ അവിടെ നിന്ന്. ബ്രോ താങ്ക് യു. അപ്പോൾ നമ്മൾ ആ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സബ്മിറ്റ് എടുത്തു. മൊത്തത്തെ റേറ്റ് നോക്കാം. കറങ്ങിക്കൊണ്ടിരിക്കുന്നു. മൊത്തം 67 രൂപ 5 പൈസയാണ് കിട്ടിയിരിക്കുന്നത്. ട്രിപ്പ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10.2 കിലോമീറ്റർ. 45 മിനിറ്റാണ് ഒരു ഇതിന് വേണ്ടി നമ്മളെടുത്ത്. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ കൊടുക്കാം. ചിലപ്പോൾ ഈ പാരഗണിൽ ഞാൻ അടിച്ചാലോ. ഇപ്പോൾ വെച്ചാൽ നമ്മുടെ ഇന്ന് 12 മണി മുതൽ 3 മണി വരെയുള്ള ഗിഗുകളാണ് നമ്മൾ എടുത്തിരുന്നത്. അപ്പോൾ അത് ഗിഗ് പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന് പറയുന്നത് 233 രൂപയാണ്. 4 ട്രിപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 2 ഗിഗ് പൂർത്തീകരിച്ചു. 2.1 മണിക്കൂറാണ് നമ്മൾ ഓടിയിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ലാഭമൊന്നുമില്ല. എന്തായാലും നമുക്ക് ഇനി 7 മണി മുതൽ 11 മണി വരെയുള്ള ഗിഗ് കൂടി രാത്രി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ കാണിക്കില്ല. അപ്പോൾ എന്തായാലും എങ്ങനെ ഉണ്ടായിരുന്നു പോയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തുള്ള വീഡിയോകൾ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. നമുക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കാം. ഓക്കെ, ബൈ. അടുത്ത വീഡിയോ കാണുന്നവരെ.